ഹലോ ഫ്രണ്ട്സ്, ഒന്നാടെ മിഷൻ ബ്ലോഗിൻ്റെ പുതിയൊരു മിഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെല്ലാനത്താണ് ചൂണ്ടിടാൻ വന്നേക്കുന്നത്. നമ്മൾ ലൈവ് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. ചൂടൻ ചെമ്മീനാണ് കൊണ്ടുവന്നേക്കുന്നത്. മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് കാളാഞ്ചിക്കാണ്. കാളാഞ്ചി അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാളാഞ്ചിക്ക് ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ഇന്ന് ചെല്ലാനത്ത് വന്നേക്കുന്നത്. നമ്മൾ ടാക്കിൾസ് യൂസ് ചെയ്യുന്നത് 9 ഫീറ്റ് അബുഗാർഷ ടൂർണമെൻറ്റിൻ്റെ റോഡും പെഡിൻ്റെ 5000 സീരീസ് റീലുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കടലിലാണ് ഗൈസ് ഇന്ന് ചൂണ്ടിടാൻ വന്നേക്കണം. നമുക്കൊരു ഏരി കിട്ടിയായിരുന്നു, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഫസ്റ്റ് അടിച്ച ഏരി. ഫസ്റ്റ് അടിച്ച കാരണം നമുക്കത് എടുക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത 2.5 ഇട്ട് ഒരെണ്ണം കൊത്തിക്കൊണ്ട് പോയി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് അവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ ഇടക്ക് കയറി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് കാളാഞ്ചി അടിച്ച് ഗൈസ്. ഡ്രോൺ ടീമിന് ഒരു കാളാഞ്ചി അടിച്ചു. റീൽ സീറ്റിൽ ഇപ്പുറത്ത് അറ്റത്ത് തട്ടിക്കൊടുത്താൽ ചെറിയ ഉടക്കാണെങ്കിൽ വിട്ടുപോരും. തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ അത് വിട്ടു വന്നു കേട്ടോ ഗൈസ്. പോന്നു. അമൂറിൻ്റെ കൊന്നു ചെറുതാണ്. ചെറുതാണ്, ഇതൊക്കെ വലുതാണെന്നാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കളയാൻ പറ്റും. ക്യാച്ച് ആൻഡ് റിലീസ് പ്രോത്സാഹിപ്പിക്കുക. അടിയിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ മീനടിക്കത്തുള്ളൂ. നമുക്കൊരു ഹമൂർ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമുക്കടിച്ച ഹമൂർ. ചെറിയ ഹമൂറിനെ നമ്മൾ റിലീസ് ചെയ്തു കേട്ടോ. വല പിടിക്കാനാണ് ഗൈസ്. കാളാഞ്ചി പിടിക്കുന്ന പ്ലാൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നേരെ ട്രിപ്പിൾ ഹുക്ക് കെട്ടി മുകളിൽ ഡബിൾ ഹുക്ക് ഇട്ട് മീൻ വെട്ടി പിടിക്കാനാണ് പ്ലാനിങ്ങിലേക്ക് ചേഞ്ച് ചെയ്ത്. മച്ചക്കയും കണമ്പിനൊക്കെയാണ് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് പിടിക്കുന്നത്. ഇതിൽ നമ്മൾ ചൂടൻ ചെമ്മീൻ തന്നെയാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ജീവനോടെ കൊണ്ടുവന്നതാണ്, പക്ഷേ അതൊക്കെ എല്ലാം ചത്തുപോയി. നമ്മൾ വെട്ടിയുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ മുകളിൽ ഡബിൾ ഹുക്കിൽ തീറ്റ വെക്കും, താഴെ ട്രിപ്പിൾ ഹുക്ക്. മീൻ കൊത്തുമ്പോൾ നമ്മളത് ഹുക്കപ്പ് ചെയ്യുമ്പോൾ താഴത്ത് കൂട്ടം കൂടി നിൽക്കുന്ന മീനിൻ്റെ എവിടെയെങ്കിലും കൊള്ളും. അങ്ങനെയാണ് നമുക്ക് മീൻ അടിക്കുന്നത്. നമുക്കൊരു നച്ചക്ക അടിച്ചിട്ടുണ്ട്. ഒരു നച്ചക്ക അടിച്ചിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു നച്ചക്കയാണ്. നല്ല ഭംഗിയാണ് ഈ മീനെ കാണാൻ, ടേസ്റ്റുമാണ്. പക്ഷേ അതിൻ്റെ മുള്ളു കുത്തിക്കൊണ്ടാൽ ഭയങ്കര വേദനയാണ്. കാരണം സൂക്ഷിച്ചിട്ട് പിടിക്കണം മീനിനെ. സാധാരണ മീൻ പിടിക്കുമ്പോൾ അടച്ചു പിടിക്കാൻ പറ്റത്തില്ല. അടച്ചു പിടിച്ചാൽ നല്ല പണി തരും. നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പിടിക്കണം. തിരമാല ഭയങ്കര കൂടുതലാണ്. അതാണ് നമ്മളെ ചൂണ്ടയിൽ നമ്മൾ പൊങ്ങിട്ടിട്ടില്ല. പൊങ്ങിടുകയാണെങ്കിൽ അത് പൊങ്ങി നിൽക്കും. നമ്മൾ പൊങ്ങിടാതെയാണ് ചൂണ്ടയിടുന്നത്. സെയിം തന്നെയാണ് ചൂടൻ ചെമ്മീൻ തന്നെയാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. നേരെ ഹുക്കിൽ വെച്ച് വീണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുകയാണ്. അടുത്ത അത് കൊത്തിക്കൊണ്ട് ചെറിയ മീനുകളായിരുന്നു അത് കൊത്തിക്കൊണ്ട്. അടുത്ത തീറ്റ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇറക്കിയിട്ടൊക്കെയാണ്. അടുത്തൊരു മീൻ കൂടി അടിച്ചിട്ടുണ്ട്. ഒരു അടുവാണ് അടിച്ചത്. ഫൗൾ ഹൂക്കാണ്, ബോഡിയിലാണ് തറഞ്ഞ് കയറിയേക്കുന്നത്. ഇതാണ് ട്രിപ്പിൾ ഹൂക്ക് കിട്ടാനുള്ള ഗുണങ്ങൾ. വെട്ടി മീനിൻ്റെ എവിടെയെങ്കിലും ബോഡിയിൽ കയറും. ഇതിൻ്റെ വലയിലിൻ്റെ ഭാഗത്തൊരു മുള്ളുണ്ട്, അതും സൂക്ഷിച്ച് ഉപയോഗിക്കണം.
അത് കൊണ്ടാലും നല്ല വേദന തന്നെയാണ്. ഇത് ചെറിയ അടുവാണ് നിൽക്കുന്നത്. അടുത്ത ചെമ്മീനും കോർത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടൊക്കെയാണ്. എന്തെങ്കിലും അടിക്കാമെന്ന് നോക്കാം. ഒരു നച്ചക്ക, വീട്ടിലൊരു നച്ചക്ക കൂടി അടിച്ചിട്ടുണ്ട്. നച്ചക്ക സെൽഫായിട്ട് വീഡിയോ എടുക്കുന്നവരാണ് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കാണുന്നത്. ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് സഹകരിക്കുക. പൊങ്ങില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ചൂണ്ട ഉടക്കി. അത്ര പുഴുക്കായാണ് പെട്ടെന്ന് കല്ലിനടക്കാട്ട് ചെറിയ കക്കാൻ നിൽക്കുന്ന അതുമേൽ വേണമെങ്കിലും തട്ടി നിൽക്കും. ഉടക്കുണ്ട്, മുരിങ്ങ ഉണ്ടാകും കല്ലിൽ. ആ മുരിങ്ങയുടെ തട്ടി നിൽക്കും. കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പൊങ്ങിട്ട് വേണം ചൂണ്ട ഉപയോഗിക്കാൻ. നമ്മൾ കാളാഞ്ചി കടിക്കാൻ വന്ന കാരണം ഒന്നും എടുത്തില്ല. പോൾ റോഡാണ് ബെസ്റ്റ് ഇതിനടിക്കാനായിട്ട്. കോളം വെച്ചിട്ട് കൂടുതലാണ് ഇങ്ങനത്തെ തമ്മലുണ്ട്. നമ്മൾ ഒഴുക്കിങ്ങനെ നിൽക്കുന്ന അടിയിലെ കല്ലുകളൊക്കെ അടിച്ച് കയറണം. വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്നതാണ്, നല്ല സ്പീഡിലാണ്. പോൾ റോഡ് ഇസ് ദി ബെസ്റ്റ്. നിങ്ങളുടെ പരിപാടിക്ക് പോൾ റോഡ് ബെസ്റ്റ്. ഇന്നത്തെ ചൂണ്ടയിടൽ നമ്മൾ നിർത്തിയാണ്. ഭയങ്കര വെയിലായി. നമ്മളൊരു വെളുപ്പിന് 5 മണിക്ക് എത്തിയതാണ്. ഇപ്പോൾ ടൈം 10-11 മണിയായി. ഇന്ന് നമുക്ക് കിട്ടിയ മീനുകളാണിത്.